അറേബ്യൻ സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫോർച്യൂണർ ന്യൂ മോഡൽ ഫുള്ള് പേച്ച് വർക്ക് എടുത്ത് പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ള് കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോസിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് വർക്ക് എടുക്കാനുള്ള വണ്ടി. അപ്പോൾ വണ്ടി തട്ടിയാണ്ട് ഫുള്ള് മറിഞ്ഞ് ടോപ്പും ഗ്ലാസും ഫുള്ള് നിളങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഇനി പേച്ച് വർക്ക് ചെയ്ത് ലെവലാക്കിയതിന് ശേഷമാണ് നമുക്ക് പെയിൻറ്റ് വർക്ക് ചെയ്യാൻ. അപ്പോൾ വണ്ടി ഇനി വർക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ കയറ്റാൻ പോവുകയാണ്. ഇപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പമ്പറും ലൈറ്റും മടുകാടൊക്കെ ഊരിയിട്ടുണ്ട്. അതൊക്കെ നമ്മളിനി പൊളിയിൽ നിന്ന് പുതിയത് കൊണ്ടുവരായിരിക്കും. വേറെ വണ്ടിൻ്റെ കൊടുന്നുകൊണ്ട് അത് നമ്മൾ ഫിറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ടോപ്പും കാര്യങ്ങളൊക്കെ നിർത്താണ്ട് ഗ്ലാസ് മാറ്റാണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണ വർക്ക് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഊരിയിട്ടുണ്ട്, ഡോറ് ഊരിയിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ ഹൈഡ്രോളിക് ജാക്കൊക്കെ വെച്ച് നമ്മളെ ടോപ്പ് ആകെ നിളങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചൂടാക്കിയാണ്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കിത് ഡോറിൻ്റെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ പോയിനു. അപ്പോൾ ഇനി അതൊക്കെ ലെവലാക്കി കൊണ്ടിട്ട് വേണം ഡോറൊക്കെ ഫിറ്റ് ചെയ്യാൻ, ഗ്ലാസ് വെച്ച് നോക്കാനൊക്കെ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഹൈഡ്രോളിക് ജാക്കൊക്കെ വെച്ചാണ്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടോപ്പൊക്കെ ഏകദേശം നിർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഡോറൊക്കെ പുതിയത് നമ്മൾ പൊളിയിൽ നിന്ന് വേറെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഫുള്ള് ഫിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി പെയിൻ്റ് അടിക്കാൻ വേണ്ടിയാണ്ട് മൊത്തത്തിൽ ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാണ്ട് വണ്ടി. അപ്പോൾ നമ്മളൊന്ന് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒക്കെ ലെവലാണോ എന്ന് നോക്കിയതിന് ശേഷമാണ് ഇനി ഒക്കെ ഒന്ന് ഊരിയാണ്ട് നമുക്ക് പെയിൻ്റ് അടിക്കാൻ വണ്ടി. അപ്പോൾ നമ്മളെ പേച്ച് വർക്കിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ്. അപ്പോൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണ വർക്ക് പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ്. അതിന് വേണ്ടിയിട്ട് ബോഡി നല്ലോണം വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ല ഡാമേജ് ഉള്ള സ്ഥലത്തു കൂടെയൊക്കെ ബോഡി നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം ഇതിന്മേൽ നമുക്ക് അപ്പോക്സിൻ്റെ പ്രൈമർ അടിക്കാണ്. നല്ല ഡാമേജ് ഉള്ളിടത്ത് നമ്മൾ അപ്പോക്സിൻ്റെ പ്രൈമർ അടിച്ചതിന് ശേഷം വേണം പുട്ടി വർക്ക് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി. അപ്പോൾ വണ്ടിൻ്റെ അപ്പോക്സിയൊക്കെ ഫുൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തെളിഞ്ഞ് കാണാം. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് അപ്പോക്സി അടിച്ചത്. പിന്നെ ഫുള്ള് ഡാമേജ് ഉള്ളിടത്ത് പുട്ടി വർക്ക് എടുക്കുമ്പോൾ പുട്ടി പൊള്ളക്കൊന്നും ചെയ്യാക്കാൻ വേണ്ടിയിട്ടൊക്കെ തുരുമ്പും കാര്യങ്ങളൊന്നും ഇനി വരാക്കാനാണ് നമ്മൾ അപ്പോക്സിൻ്റെ പ്രൈമർ അടിക്കുന്നത്. അപ്പോൾ ഡാമേജ് ഉള്ളിടത്തൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ചെയ്യാൻ പോണ വർക്ക് പുട്ടി വർക്കാണ്. അപ്പോൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണ വർക്കാണ് പുട്ടി വർക്ക്. ബോഡി ഫില്ലർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഡാമേജ് ഉള്ളിടത്തൂടെയൊക്കെ. ഇത് ഫുള്ളി നമ്മൾ ഇട്ടതിന് ശേഷം ലൈനും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാണ്ട് അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്തെടുക്കാനൊക്കെ ഉണ്ട് പുട്ടി.
അപ്പോൾ അടുത്ത ചെയ്യണ വർക്ക് ലൈനൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈൻ അതിൻ്റെ രൂപത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടേപ്പ് വെച്ചാണ്ട് പുട്ടിയിട്ടാണ്ട് നമ്മൾ ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം വേണം ലൈനൊക്കെ ടേപ്പ് വെച്ച് തേക്കാൻ. എന്നാലുള്ളൂ പെയിൻ്റ് അടിക്കുമ്പോൾ ലൈനൊക്കെ വൃത്തിയായി നിൽക്കുള്ളൂ. അതിനുള്ള വർക്കാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബോണറ്റ് വരിയാണ്ട് ബോണറ്റ് ഫുള്ള് പുട്ടിയിട്ടിരിക്കുകയാണ്. ലൈനൊക്കെ വെച്ച് ഫുള്ള് പുട്ടിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ബോണറ്റ്. അപ്പോൾ ടോപ്പാണ് ഇനി ചെയ്യണത്. ടോപ്പ് ഫുള്ള് പുട്ടി വർക്ക് ചെയ്യാനാണ്. ഫുൾ ഡാമേജ് അതിന് ടോപ്പിലൊക്കെ ലൈനും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാണ്ട്. അപ്പോൾ ടോപ്പത്തെ പുട്ടി വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ലൈനും കാര്യങ്ങളൊക്കെ ഇട്ട് ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള വർക്ക് വെച്ചാൽ 2K പ്രൈമർ അടിക്കാനാണ്. 2 കോട്ട് 2K പ്രൈമർ അടിക്കാണ്ട് ഡോറിൻ്റെ ഉള്ളുകൂടിയും ഒക്കെ ഇനി ഇടാനുണ്ട് തേരെ. അതിന് ശേഷം വേണം 2K പ്രൈമർ അടിക്കാൻ. ഉള്ളൊക്കെ ഫുള്ള് കടന്നിട്ടുണ്ട്. നമ്മൾ ഫുള്ള് തട്ടി നിർത്തിയതാണ് ഉള്ളൊക്കെ. അപ്പോൾ നമ്മളെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. പുട്ടി വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫുള്ള് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 80-ൻ്റെയും 120-ൻ്റെയും പേപ്പർ ഇട്ടുകൊണ്ട് ഫുള്ള് വാഷ് ചെയ്യുകയാണ് ഇപ്പോൾ. അതിന് ശേഷം വേണം ലൈനും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് പ്രൈമർ അടിക്കാൻ. അപ്പോൾ കുറേ വർക്ക് വരും. അപ്പോൾ നമ്മൾ ലൈനും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഡാമേജൊക്കെ ഇട്ടുകയാണ്. പിന്നെ അതിന് ശേഷം ടേപ്പ് വെച്ചാണ്ട് ലൈനൊക്കെ ഞടിയും മേലും തേച്ചതിന് ശേഷം വേണം ലൈന് വൃത്തിയാക്കാൻ. അപ്പോൾ അടുത്ത് ചെയ്യാൻ പോണത് ലൈന് 320-ൻ്റെ പേപ്പർ ഇട്ടുകൊണ്ട് നമ്മൾ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗം തേച്ചതിൻ്റെ ശേഷം ഇത് പറിച്ച് അപ്പുറത്തെ ഭാഗം കൂടി തേക്കാണ്ട് അതിന് ശേഷം ഉള്ളൂ നമ്മൾ പ്രൈമർ അടിക്കുക. കാരണം ലൈന് വൃത്തിയായി നിൽക്കണം. പുതിയ വണ്ടിയല്ലേ, അപ്പോൾ നല്ല വൃത്തിയായി നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. ഇപ്പോൾ 2 സൈഡത്തെയും ലൈന് ഫുള്ള് തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണവർക്ക് നമ്മൾ 2K പ്രൈമർ അടിക്കാൻ പോവാണ് വണ്ടി. അപ്പോൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണവർക്ക് പുട്ടി വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലൈനൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2K പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കോട്ട് 2K പ്രൈമർ ഫുൾ അടിക്കാണ്ട് വണ്ടി. അപ്പോൾ ഫസ്റ്റ് ടോപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ വണ്ടീൻ്റെ 2K പ്രൈമർ ഫുള്ള് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഇനി ഇത് പേപ്പർ ഇട്ട് വാഷ് ചെയ്തെടുക്കാണ്ട്. അപ്പോൾ അതിന് ശേഷം സ്പോട്ട് പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം വേണം വണ്ടി ഫുള്ള് സർവീസ് ചെയ്യാൻ. അതിന് ശേഷം നമുക്ക് വണ്ടി ഒട്ടിച്ച് ബേസ് കോട്ട് അടിക്കാനാണ്. അപ്പോൾ 2K പ്രൈമറൊക്കെ ഫുള്ള് തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബേസ് കോട്ട് അടിക്കാൻ വേണ്ടി സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ളും പുറമൊക്കെ ഫുള്ള് സർവീസ് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം വളഞ്ഞ് ഒട്ടിച്ച് ബേസ് കോട്ട് അടിക്കാൻ. അതിന് ശേഷം നമുക്ക് പെയിൻ്റ് അടിക്കാൻ ബൂത്തിലേക്ക് കയറ്റണം. അപ്പോൾ അതിൻ്റെ വർക്കിലാണ്. ബോണറ്റും കാര്യങ്ങളൊക്കെ ഊരിയിട്ടിട്ട് അപ്പോൾ ഇഞ്ചൻ റൂമും കാര്യങ്ങളൊക്കെ ഫുള്ള് അടിക്കാണ്ട് അതിൻ്റെ ഉള്ളൊക്കെ ഫുള്ള് ചളിയും പൊടിയും ഉള്ളിൽ ഫുള്ള് ചളിയൊക്കെ ആയിരുന്നു. ഒക്കെ ഇനി കക്കിയതിൻ്റെ ശേഷം നമ്മൾ ബേസ് കോട്ട് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് ചെയ്യണം പോണ വർക്ക് ബേസ് കോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് കളറാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ബേസ് കോട്ട് വൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോപ്പ് നമ്മൾ അടിച്ചതിന് ശേഷം അടി ഫുള്ള് അടിക്കാണ്ട് അതിന് ശേഷം നമ്മൾ സ്പോട്ട് പുട്ടിയും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഇട്ട് ചെക്ക് ചെയ്തതിന് ശേഷമാണ് പെയിൻ്റ് അടിക്കാൻ ബൂത്തിലേക്ക് കയറ്റുക. അപ്പോൾ ബേസ് കോട്ട് ഫുൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടി വണ്ടി ബൂത്തിലേക്ക് കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി പെയിൻ്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം 2 കോട്ട് പെയിൻ്റ് അടിച്ചതിന് ശേഷം നമുക്ക് പേളടിച്ച് ക്ലിയർ അടിക്കാണ്ട് നമ്മൾ പേൾ വൈറ്റാണ് അടിക്കണത്. അപ്പോൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണത് പെയിൻറ്റിങ് കോട്ടിങ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കോട്ട് പെയിൻ്റ് അടിച്ചതിന് ശേഷം നമ്മൾ ഇനി പേളടിച്ചാൽ നമുക്ക് ക്ലിയർ അടിക്കാണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കോട്ട് പെയിൻറ്റിങ് കോട്ടിങ്ങാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണ വർക്കാണ് 2 കോട്ട് പെയിൻറ്റിങ് കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് 2 കോട്ട് ക്ലിയർ കോട്ടിങ്ങാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഫുള്ള് 2 കോട്ട് അടിക്കാണ്ട് അതിന് ശേഷം നമുക്ക് ഫുള്ള് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാണ്ട് വണ്ടി. അപ്പോൾ നമ്മളെ വണ്ടി ഫുള്ള് പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ബൂത്ത് നിന്ന് ഇറക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് ഫിറ്റിങ്ങിൻ്റെ വർക്ക് കൂടി ഉണ്ട് ബാക്കി. അപ്പോൾ ഇനി ഫിറ്റിങ്ങിൻ്റെ വർക്ക് എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഉള്ളത്തെ മാറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇനി സീറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാണ്ട് ഡാഷ്ബോർഡൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം വേണം ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വൃത്തിയാക്കാനും മുന്നത്തെ പമ്പറും ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ വർക്കിലാണ്. ഉള്ളത്തെ ഫിറ്റിങ്ങൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാഷ്ബോർഡൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടിൻ്റെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഫിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളത്തെ സീറ്റും കാര്യങ്ങളും ഗ്ലാസ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രില്ലൊക്കെ വെക്കാണ്ട് അതിൻ്റെ വർക്കിലാണ്. വണ്ടി സ്റ്റാർട്ടാക്കാനുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേമാതിരത്തെ വർക്കുകളുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.